വിജയിച്ചവൻ ആരാണ് എന്ന ചോദ്യത്തിന് പരിശുദ്ധി കൈവരിച്ചവനാണ് വിജയിച്ചവൻ. പരിശുദ്ധി എന്നത് ആന്തരികവും ബാഹ്യവും ശാരീരികവും മാനസികവും സാമ്പത്തികവും സാംസ്കാരികവും ഒക്കെയായ എല്ലാ അർത്ഥത്തിലുമുള്ള പരിശുദ്ധിയാണ് വിജയത്തിന്റെ നിദാനം എന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ അടിവരയിട്ടുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല. പരിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് അല്ലാഹു പറയുന്നത് വദകറ സ്മ റബ്ബിഹി ഫസല്ല, അല്ലാഹുവിന്റെ നാമം സ്മരിക്കുന്ന, അവന് വേണ്ടി സുജൂദ് ചെയ്യുന്ന, നമസ്കരിക്കുന്ന, അവനെ വാഴ്ത്തിക്കൊണ്ട് ജീവിക്കുന്നവർ ആരാണോ അവരാണ് പരിശുദ്ധി കൈവരിച്ചവരും രക്ഷ പ്രാപിച്ചവരുമായ ആളുകൾ അവരാണെന്ന് പറയുന്നു. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സദാസമയവും പടച്ചറബിനെ ഓർക്കുന്നൊരു വിശ്വാസിക്ക് പടച്ചവന് എതിരായി നമുക്കൊക്കെ അറിയാം, നാം ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളെയാണ് നാം ഏറ്റവും കൂടുതൽ ഓർക്കാറുള്ളത്. ആരെക്കുറിച്ച് പറഞ്ഞാലും എപ്പോഴും ഓർമ്മ ആരെക്കുറിച്ചാണോ അവരെ കുറിച്ചായിരിക്കും നമ്മുടെ സംസാരങ്ങളിൽ അധികവും പ്രതിഫലിച്ചു വരിക. അത്രമാത്രം മനസ്സിന്റെ സ്വാധീനമായി മാറുന്ന പ്രേമഭാജനത്തിന് എതിരിൽ അവർക്ക് വിഷമമുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും തൻ്റെ സഹായത്തിലൂടെ ഉണ്ടാകാൻ പാടില്ല എന്നത് ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധയായിരിക്കും. നാം ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരാളെ കുറിച്ച് മോശപ്പെടുത്തപ്പെടുന്നത്, അതിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്, എന്തെങ്കിലും മോശമുണ്ടാകുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ സ്മരിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നു, അവരാണ് പരിശുദ്ധി കൈവരിച്ചവർ, അവരാണ് വിജയിക്കുകയും ചെയ്യുന്നവർ. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും എല്ലാ ജുമുഅ ദിവസങ്ങളിലും നമ്മൾ ഓതി കേൾപ്പിക്കപ്പെടുന്നു, ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല. വിജയിച്ചവർ പരിശുദ്ധി നേടിയവരാണ്, അല്ലാഹുവിന്റെ സ്മരണയെ നിലനിർത്തിയവർ, അവന് വേണ്ടി സുജൂദ് ചെയ്യുന്നവർ. ഈ രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, നിങ്ങൾ ദുനിയാവിനാണ് മുൻഗണന കൊടുത്തിട്ടുള്ളത്, ഐഹിക സുഖങ്ങൾക്കാണ്, ഭൗതിക ജീവിത സുഖങ്ങൾക്കാണ് നിങ്ങൾ മുൻഗണന കൊടുത്തിട്ടുള്ളത്. അതിനാണ്